to my YouTube channel. അഭിനുദയ. കണ്ടോ ഗൈസ് നല്ല മഴ പെയ്യുന്ന നിങ്ങളുടെ സ്ഥലത്ത് ഇതേപോലെ മഴ പെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ നിങ്ങൾ വിചാരിക്കും എന്താ ഞാൻ വീട്ടിലേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഇന്ന് സ്ട്രൈക്ക് ആയതുകൊണ്ട് അവധിയാണ്. ഇന്നത്തെ വീട്ടിൽ ലഞ്ചിൻ്റെ മെനു എന്ന് പറഞ്ഞാൽ ചോറ്, സാമ്പാർ, കാട കറി, പിന്നെ ചൂടത്തോരൻ. എനിക്ക് ചൂടത്തോരൻ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചൂട ഫ്രൈ ചെയ്യാൻ പോവാണേ. അപ്പം ആ ചൂട ഫ്രൈ ചെയ്യാൻ സ്വാഗതം. ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ വില്ല വക്കേരി. ഇതാണ് പുകയിലെടുത്ത്. ഇതിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഹാരങ്ങളൊക്കെ വെക്കുന്നത്. ഇതിൽ വെച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ആഹാരം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും മീൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ, നല്ല തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടിട്ടുണ്ടോ? ഇതാണ് കൊടംപുളി. നിങ്ങളുടെ വീട്ടിൽ മീൻകറിയൊക്കെ വെക്കുമ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ബ്ലാക്ക് കളറിലെ സാധനം, അതാണ്. ഇത് ഉണക്കിയാലാണ് ആ സാധനം കിട്ടുന്നത്. ആ നല്ല മീൻകറിയുടെ മണം. അപ്പൊ ഈ അടുപ്പിലാണ് നമ്മൾ ഇന്ന് ചൂട ഫ്രൈ ചെയ്യാൻ പോകുന്നത്. കമോൺ. അപ്പൊ നമുക്ക് അതിന്റെ മസാല ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചട്ടിയിൽ അല്ലെങ്കിൽ പ്ലേറ്റ് ചേർക്കാം. അപ്പൊ അതിന് വേണ്ടത് ഇച്ചിരി കശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഇച്ചിരി മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ്. നമുക്കിനി മസാല ഇച്ചിരി വെള്ളം ഒഴിക്കാം. നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ ഒരു പ്ലേറ്റ് വെച്ചേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ചട്ടി ആടും. ഇനി ആടി താരെല്ലാം പോയാൽ അടിയും കിട്ടും. അപ്പം നമുക്കൊന്ന് സമയം ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി ചൂട് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഞാൻ കണ്ടോ ഫുള്ള് നല്ല മസാല നല്ല തേച്ച് നല്ലോണം പിടിപ്പിച്ചുണ്ട്. നമുക്ക് കുറച്ച് നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കാരണം എന്ന് വെച്ചാൽ ചോറ് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നല്ലോണം ചൂടോടെ കഴിക്കാം. നമുക്കൊരു പ്ലേറ്റ് എടുത്ത് അടച്ചു വയ്ക്കാം. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഗൈസ്, നമ്മുടെ ചൂടെല്ലാം അവിടെ ഇന്ന് നല്ലോണം സെറ്റ് ആവാണ്, റെസ്റ്റ് ചെയ്യാണ്. അപ്പം നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം. അതിൻ്റെ കൂടെ കണ്ടോ, ഇതാണ് വാഴയ്ക്ക. ഈ വാഴയ്ക്ക നിങ്ങൾ എന്തൊക്കെ ആഹാരത്തിലിട്ട് കഴിച്ചിട്ടുണ്ട്? സാമ്പാറിലിട്ടിട്ടുണ്ടല്ലേ, അവിയലിട്ടിട്ടുണ്ട്, തോരനിട്ടിട്ടുണ്ട്, അങ്ങനെ കുറേ കാര്യത്തിൽ നമ്മൾ വാഴയ്ക്ക നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ ഇതൊരു വേറൊരു രീതിയാണ്. നമ്മളെ വാഴയ്ക്ക നമ്മൾ കുഴയ്ക്കും. നമ്മൾ കപ്പ കുഴയ്ക്കത്തില്ലേ, അതേപോലെ കുഴച്ച് അത് കുഴച്ച് നല്ല നല്ല എരിയോളം മീൻകറിയോടെ കഴിക്കാൻ. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നല്ലോണം മൂത്ത് ക്രിസ്പി ആവട്ടെ ഒരു സൈഡ്. അത് കഴിഞ്ഞ് നമുക്ക് തിരിച്ചിടാം. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില ഡെക്കറേഷന് വേണ്ടി ഇടാം. ഇതിനാ ഗുണമൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഇടുന്ന കാണുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇടാം. ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിടാം. അപ്പൊ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലുള്ളതാണ് അച്ചാറുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചില്ല വാഴയ്ക്ക കുഴച്ചത്, മീൻ കറി, പിന്നെ നമ്മുടെ ചൂട. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വാഴയ്ക്ക കുറച്ച് കഴിക്കാം. അപ്പം ഇതേപോലുള്ള വീഡിയോസിനായി ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ടു മൈ യൂട്യൂബ് ചാനൽ.